ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കുന്നത് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗിലെ ലീഡ് ജനറേഷൻ ആണ്. ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് ആണ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, ആഡ്സ് മാനേജർ. ഇതിലേറ്റവും പോപ്പുലർ ആയിട്ടുള്ളൊരു മെത്തേഡാണ്, അതിലുള്ള ഒബ്ജക്റ്റീവ് ആണ് ലീഡ്സ്. അതായത് നമുക്ക് നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസിന്റെ ഡേറ്റ കളക്ട് ചെയ്യാം. അവരുടെ നെയിം, ഇമെയിൽ, ഫോൺ നമ്പർ, ലൊക്കേഷൻ, ജെൻഡർ, ക്വാളിഫിക്കേഷൻ, പ്രൊഫൈൽ, സോ മെനി ഇൻഫോർമേഷൻ വി ക്യാൻ കളക്ട്. ഓക്കെ, ഏറ്റവും പോപ്പുലർ ആണ്. മോസ്റ്റ് ഓഫ് ദ കമ്പനീസ് അത് യൂസ് ചെയ്യുന്നതാണ്. അത്രയ്ക്ക് പോപ്പുലർ ആയ മെത്തേഡാണ്. ഞാൻ ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട്. അതാണ് ലീഡ് ജനറേഷൻ മോഡൽ. അപ്പൊ ആ ലീഡിൽ തന്നെ പല പല സ്റ്റെപ്പുകളുണ്ട്, പല സ്റ്റേജുകളുണ്ട്. അപ്പൊ എങ്ങനെ ക്വാളിറ്റി ലീഡ് ജനറേറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ സെഷൻസ് ഇന്ന് പറ്റിക്കുന്നത് എടുക്കും, അല്ലെങ്കിൽ നാളെ നമ്മൾ ഇതിനെ കുറിച്ച് എടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോ ഷഹ്മ സ്ക്രീൻ ഷെയർ ചെയ്തേ. ഓക്കെ സർ. മാക്സിമൈസ് ചെയ്യാം. പയ്യ മതി, പയ്യ മതി, ധൃതി പിടിച്ച് മിസ്റ്റേക്ക് വരുത്തണ്ട. മാക്സിമൈസ് ചെയ്താ? ഒന്നുകൂടി സ്ക്രീൻ ഷെയർ ചെയ്യും. ഞാൻ കളഞ്ഞതാ, നിങ്ങൾ ചെയ്യാത്തോണ്ട്. സ്ക്രീൻ ഷെയർ ചെയ്. മാക്സിമൈസ് ചെയ്യാം. ഓക്കെ, ആ ക്യാമ്പയിൻസ് ക്ലിക്ക് ചെയ്യും. ഓക്കെ, ഇനി ഉള്ളത് ഓരോ സ്റ്റെപ്പുകൾ നിങ്ങളുടേതായ രീതിയിൽ നോട്ട് ചെയ്യുക. എന്തായാലും വീഡിയോ കിട്ടും, എന്നാലും നോട്ട് ചെയ്ത് വെക്കുക. ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യാം. ലീഡ്സ് ക്ലിക്ക് ചെയ്യാം. കണ്ടിന്യൂ. കണ്ടിന്യൂ. ഇതൊക്കെ ആസ് ഇറ്റ് ഈസ് സെയിം തന്നെ. നെക്സ്റ്റ് അടിക്കുക. ഇത് നിങ്ങൾക്ക് അതേപോലെ തന്നെ ഇവിടെ നമ്മൾ ഫോമാണ് കണ്ടോ, അവിടെ കൺവേർഷൻ ലൊക്കേഷൻ കണ്ടോ, അത് ജനറേറ്റ് ലീഡ്സ് ബൈ ആസ്കിങ് പീപ്പിൾ ടു ഫിൽ ഇൻ എ ഫോം ആണ്. അതാണ് നമ്മൾ ചെയ്യുന്നത്. ബാക്കി അതെല്ലാം കൺവേർഷന്റെ എൻക്വയറിയുടെ ലീഡ്സിന്റെ മോഡൽ തന്നെയാണ്. വെബ്സൈറ്റ്, കോൾസ്, മെസ്സഞ്ചർ, കോൾ ആപ്പ് ഒക്കെ അതുമായി ബന്ധപ്പെട്ടാണ്. ഇനി താഴേക്ക് താത്താം, ഒന്ന് പൈ താത്തിക്കോ, ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇവിടെ ലീഡ് ജനറേഷൻ നിങ്ങൾ ചെയ്യുമ്പോൾ അവിടെ വ്യൂ ടേംസ് ഉണ്ട് കണ്ട. പ്ലീസ് റീഡ് ആൻഡ് അക്സെപ്റ്റ് മെറ്റ ലീഡ്സ്. അത് നിങ്ങൾ വ്യൂ ടേംസ് എടുത്തിട്ട് അക്സെപ്റ്റ് ചെയ്യണം. ഐ എഗ്രി ടു ടേംസ് അടിക്കുക. ഓക്കെ, ഒന്നും കൂടി റൈറ്റ് സൈഡ് താഴേക്ക് താത്ത. ബാക്കിയൊക്കെ നിങ്ങളെ താത്തിക്കോ പയ്യെ പയ്യെ താത്ത. ബഡ്ജറ്റാണ് കണ്ടാൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ബഡ്ജറ്റ് 800 രൂപയാണ് അല്ലേ. 800 രൂപയ്ക്ക് നമുക്ക് റൈറ്റ് സൈഡിൽ കാണിച്ചിട്ടുണ്ട് എസ്റ്റിമേറ്റ് ഡെയിലി റിസൾട്ട് 2378 ലീഡ് വരെ കിട്ടാം. അവിടേക്ക് മൗസ് പോട്ടെ. വെയിറ്റ് ചെയ്യാം. എസ്റ്റിമേറ്റഡ് റിസൾട്ടിന്റെ താഴെ കണ്ട ലീഡ്സ് 27 തൊട്ട് 78 എൻക്വയറി വരെ നമുക്ക് കിട്ടാം എന്നുള്ളതാണ് അർത്ഥം. ഒന്നും കൂടി റൈറ്റ് സൈഡ് താഴേക്ക് താത്തിക്കോളൂ. ബാക്കിയൊക്കെ സെയിം തന്നെയാണ്, എല്ലാം സെയിം തന്നെ. താത്തിക്കോളൂ. ലൊക്കേഷൻ കൊടുക്കാം. താത്ത. നെക്സ്റ്റ് അടിക്കാം. ഡീറ്റെയിൽ ടാർഗറ്റിംഗ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ. നെക്സ്റ്റ് അടിക്കാം. ഇവിടെയാണ് അതിന്റെ താഴേക്ക് താത്ത പയ്യെ. താഴേക്ക് താത്ത. താഴേക്ക് താത്ത. അവിടെ കണ്ട ഇൻസ്റ്റന്റ് ഫോം ഉണ്ട്, അതാണ് ഇമ്പോർട്ടൻറ്റ്. മേക്ക് കണക്ഷൻ വിത്ത് പീപ്പിൾ, ലെറ്റിംഗ് ദം ആൻഡ് സെൻഡ് കോണ്ടാക്ട് ഇൻഫോർമേഷൻ. അവിടെ നമ്മളൊരു ഫോം ക്രിയേറ്റ് ചെയ്യാണ്.
നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. നിങ്ങൾ അനക്കരുത്, താഴേക്ക് താത്തത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. നിങ്ങൾ ഒരു ഒരു ചില സോഷ്യൽ മീഡിയയിലോ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരു ആഡ് കാണുമ്പോൾ അതുമ്മ ക്ലിക്ക് ചെയ്യും. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഡേറ്റകൾ ഓട്ടോമാറ്റിക്കലി ഫിൽഡ് ആയിട്ടുണ്ടാവും. ഓട്ടോ ഫിൽ. നിങ്ങളുടെ നെയിം, ഫോൺ നമ്പർ, ഇമെയിൽ ഓട്ടോ ഫിൽ ആവും. നിങ്ങൾ സബ്മിറ്റ് ചെയ്യും. അങ്ങനെ നിങ്ങൾ ആരെങ്കിലും എൻക്വയറി നടത്തിയിട്ടുണ്ടോ? ഞാൻ ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ടുണ്ട്. അതാണ് കൃതിക്ക് ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട് സാർ. ഓക്കെ, അതിനെയാണ് ഫോംസ് എന്ന് പറയാ. അതേപോലത്തെ ഒരു ഫോമാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണേ. ഇപ്പൊ സുൽഫി ഹൃദിക്ക് നമ്മുടെ ആഡ് കണ്ടിട്ട് വാട്സപ്പിലേക്കാണ് നടത്തിയത്. അത് വേറെ മെത്തേഡ്. ഇത് ഫോംസ്. ഡിഫറൻസ് അതാണ്. നിങ്ങൾ ഡിഫറൻസ് തിരിച്ചറിയണമെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പ്രത്യേകം എടുത്ത് പറയുന്നത്. ക്ലിയർ ആയോ? ഇനി നമ്മൾ ഫോം ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ക്രിയേറ്റ് ഫോം. കണ്ടോ, നമുക്ക് പലതുണ്ട്. ഇപ്പൊ മോർ വോളിയാണ്. ഒരു ഫോമിന് പേര് കൊടുക്കാം. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിപ്പോ ഒരു റിപ്പബ്ലിക് ഡേ അല്ലെ, January 26 നമ്മുടെ റിപ്പബ്ലിക് ഡേ ഓഫർ ആണെന്ന് വിചാരിക്കുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ആഡ് ക്രിയേറ്റ് ചെയ്തു. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫോം ആണെങ്കിൽ നമ്മൾ അതിന്റെ പേര് കൊടുക്കണം. റിപ്പബ്ലിക് ഡേ ഓഫർ എന്ന് കൊടുക്കുക. അവിടെ പേര് മാറ്റുക. റിപ്പബ്ലിക് ഡേ മൊത്തം ഡിലീറ്റ് ചെയ്തിട്ട് റിപ്പബ്ലിക് ഡേ. അതാണ് ഫോം നെയിം. നമുക്ക് പലതരത്തിലുള്ള ഫോം നെയിം ക്രിയേറ്റ് ചെയ്യാം. റിപ്പബ്ലിക് ഡേ. ക്ലിയർ? ഇനി മോർ വോളിയം സെലക്ട് ചെയ്ത് പയ്യെ താഴേക്ക് താത്ത. എന്താണ് ഇങ്ങനെ കാണിക്കണേ? ഇത്രേ ഉള്ളൂ. അല്ലല്ല, ലോഡാവാത്തണോ? ഒരു മിനിറ്റ്, ഞാൻ പറഞ്ഞുതരാം. ആ ഹയർ ഇൻഡന്റ് ക്ലിക്ക് ചെയ്ത് മുകളിലുണ്ട് മോർ വോളിയം ക്ലിക്ക് ചെയ്ത് മോർ വോളിയം തന്നെ ക്ലിക്ക് ചെയ്യും. ആ സ്ക്രീനിന്റെ ലെഫ്റ്റിൽ കണ്ട ഇൻട്രോമ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇൻട്രോ റൈറ്റ് സൈഡ് മോളിക്ക് പോട്ടെ. റൈറ്റ് സൈഡ് മോളിക്ക് റൈറ്റ് സൈഡ് മോളിൽ പോട്ടെ, മതി. ഇനി അവിടെ ഹെഡ്ലൈൻ കണ്ടോ? ഈ ഹെഡ്ലൈനിൽ എഴുതാൻ വേണമെങ്കിൽ റിപ്പബ്ലിക് ഡേ ഓഫർ. കണ്ടത്? അതാണെങ്കിൽ ഫോമിൽ കാണിക്കേണ്ട റൈറ്റ് സൈഡ് റിപ്പബ്ലിക് ഡേ ഓഫർ. ഇനി നിങ്ങളുടെ എന്താണോ പ്രൊഡക്റ്റ് അതുമായി ബന്ധപ്പെട്ടായിരിക്കും കൊടുക്കേണ്ടത്. ഇപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ആണെങ്കിൽ ഹൈഫണ്ട് എഴുതിക്കോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ്. അവിടെ തന്നെ എഴുതിക്കോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ്. അവിടെ അതിന് വരും. ഇനി നമ്മളൊരു ആഡുമ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ആദ്യം വരുന്നതാ ഈ സ്ക്രീനാണ് ആദ്യം വരാം. ഇനി അവിടെ നമുക്ക് പാരഗ്രാഫിലും എഴുതാം, ലിസ്റ്റിലും എഴുതാം. ആ ലിസ്റ്റ് ക്ലിക്ക് ചെയ്ത് കണ്ട. അപ്പൊ നമുക്ക് ലിസ്റ്റിൽ എഴുതാം നമ്പർ 1 ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് എഴുതാം. നമ്പർ 1 ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്. നമ്പർ 1 ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഇനി അടുത്തത് എഴുതാൻ വേണമെങ്കിൽ 40% ഡിസ്കൗണ്ട്. 40% ഡിസ്കൗണ്ട്. വെരി ഗുഡ്. മൊബൈൽ എനേബിൾഡ് ലേണിംഗ്. ഓക്കെ, എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റി. എല്ലാവർക്കും മനസ്സിലാവുണ്ടെന്ന് വിചാരിക്കണം. അടുത്ത പ്ലേസ്മെന്റ് സപ്പോർട്ട്. അപ്പൊ അടുത്തതാണ് കണ്ട. അപ്പൊ ഒരാൾ ആഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ ആദ്യം വരുന്നത് ഈ പേജാണ്. ക്ലിയർ? ഇനി അടുത്തതാണ്. ഇത് കണ്ടിട്ട് അവർ എന്ത് ചെയ്യും? വീണ്ടും കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യും. വീണ്ടും ലെഫ്റ്റ് സൈഡിൽ ക്വസ്റ്റ്യൻസ് ക്ലിക്ക് ചെയ്യുക. ക്വസ്റ്റ്യൻസ് കണ്ട. ഒന്ന് റൈറ്റ് സൈഡ് മോഡേക്ക് വിടാതെ തന്നെ. ഇനി ക്വസ്റ്റ്യൻസിന്റെ ഒരു ഹെഡിങ് കൊടുക്കണം. അവിടെ ഡിസ്ക്രിപ്ഷൻ കണ്ടതാണ്. ഡിസ്ക്രിപ്ഷൻ. Let people know how the information they give you will be used or shared. അവിടെ സി എക്സാമ്പിൾസ് ക്ലിക്ക് ചെയ്ത്
സി എക്സ് അല്ല ഡിസ്ക്രിപ്ഷന്റെ സെന്റൻസിന്റെ അവസാനം കണ്ട സി എക്സാമ്പിൾസ് അത് ക്ലിക്ക് ചെയ്യാം. പയ്യെ താഴേക്ക് താത്തിയെ പയ്യെ കണ്ട അവിടെ എഴുതിക്കോ വേണമെങ്കിൽ അവിടെ എടുത്തോ. വി വിൽ യൂസ് ഇൻഫോർമേഷൻ ടു സെൻഡ് യു അവർ വീക്ക്ലി ന്യൂസ് ലെറ്റർ. ആണ് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തിട്ട് വീണ്ടും അവിടേക്ക് വരാം. തൊട്ട് മുന്നത്തെ ടാബ് എടുക്കുക. എന്നിട്ട് അത് അവിടെ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ അവിടെ പേസ്റ്റ് ചെയ്തത് ആ ഡബിൾ കോഡ്സ് ഡിലീറ്റ് ചെയ്തല്ലേ തുടക്കത്തെ. ഇങ്ങനെ വേണേൽ എഴുതാം. വി വിൽ യൂസ് യുവർ ഇൻഫോർമേഷൻ ടു സെൻഡ് യു അവർ കോഴ്സ് ഡീറ്റെയിൽസ് എന്നാക്കുക. റൈറ്റ് സൈഡ് കാണിക്കുന്നുണ്ടോ? ഇനി എന്തൊക്കെ ഇൻഫോർമേഷൻ ആണ് അവരുടെ കളക്ട് ചെയ്യണ്ടേ എന്നുള്ളതാണ് വേണ്ടത്. ഇപ്പൊ നമുക്ക് അവരുടെ നെയിമും ഇമെയിലും ഉണ്ട് അല്ലെ, ഫുൾ നെയിമും ഉണ്ട്. ഇനി നിങ്ങളുടെ അവരുടെ ഫോൺ നമ്പർ വേണമെങ്കിൽ എന്ത് ചെയ്യണം? ആഡ് കാറ്റഗറി ക്ലിക്ക് ചെയ്യുക. ആഡ് കാറ്റഗറി, കോണ്ടാക്ട് ഫീൽഡ്, ഫോൺ നമ്പർ കണ്ട. അപ്പൊ അവരുടെ ഇമെയിലും ഫുൾ നെയിമും ഫോൺ നമ്പറും കിട്ടി. ഞാൻ ആ സെന്ററിലുള്ള സ്ക്രോൾ ബാർ ഒന്ന് താത്തി അത് തന്നെ ഒന്നുകൂടി താത്ത്. ഇനി ആഡ് കാറ്റഗറി ഒന്നും കൂടി ക്ലിക്ക് ചെയ്ത് അങ്ങനെ ഇരിക്കട്ടെ. ഇനി നിങ്ങൾ ഒന്നും കൂടി കോണ്ടാക്ട് ഫീൽഡിൽ പോട്ടെ. ഇഷ്ടമുള്ള കണ്ട സിറ്റി സ്റ്റേറ്റ് ഒക്കെ വേണമെങ്കിൽ കൺട്രി സെലക്ട് ചെയ്യാം. വർക്ക് ഇൻഫോർമേഷൻ എടുത്ത് ഓക്കെ ക്ലിക്ക് ചെയ്ത് മതി മതി മതി. നിങ്ങൾ ഞാൻ ചിലത് ക്ലിക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് ചെയ്യാൻ പാടുള്ളൂ. നിങ്ങൾ ആ ഒരു ഫ്ലോയിൽ ഒന്നുകൂടി ചാടി ക്ലിക്ക് ചെയ്ത് അവിടെ കിട്ടെ. ഇപ്പൊ ഇമെയിൽ എന്ന് പറയുന്നത് ഫുൾ നെയിം എന്നുള്ളത് രണ്ടാമതാക്കാം, അല്ല ആദ്യമാക്കാം. അപ്പൊ അതിന് എന്ത് ചെയ്യണം? ഫുൾ നെയിമിന് മുന്നേ ഒരു 6 ഡോട്ട് കണ്ടോ? അവിടേക്ക് മൗസ് കൊണ്ടേ ഫുൾ നെയിമിന് മുന്നേ അവിടെ അല്ലേ, ഇവിടെ സ്ക്രീൻ അവിടെ താഴെ ആ ഫുൾ നെയിം അവിടെ ക്ലിക്ക് ചെയ്തിട്ട് മോളോട്ടേക്ക് ഡ്രാഗ് ചെയ്യുക. ഇമെയിലിന് അവിടെ കൊണ്ടുപോയി അവിടെ വെച്ചോ. കണ്ട. അപ്പൊ ഫുൾ നെയിം ആദ്യം വന്നു, രണ്ടാമത് ഇമെയിൽ വന്നു. ഏത് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രാഗ് ചെയ്യാം. ക്ലിയർ ആയോ? അപ്പൊ ഫോം ടൈപ്പ്, ഇൻട്രോ, ക്വസ്റ്റ്യൻസ്. ഓക്കെ. ഇനി അടുത്ത് പ്രൈവസി പോളിസിമ ക്ലിക്ക് ചെയ്യാം. ഓക്കെ. അവിടെ ലിങ്ക് ടെക്സ്റ്റ് ഒന്ന് റൈറ്റ് സൈഡിൽ മോളിൽ പോട്ടെ. ലിങ്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ ഏത് വെബ്സൈറ്റ് ആണോ കൊടുക്കേണ്ടത് അതാണ് കൊടുക്കേണ്ടത്. ഇപ്പൊ നിങ്ങൾ വേണമെങ്കിൽ www.internetleadstraining കൊടുക്കുക. താഴെ ലിങ്ക് ടെക്സ്റ്റ് ഉണ്ട്, പ്രൈവസി പോളിസി എന്ന് കൊടുക്കുക. ഓക്കെ. അതും കഴിഞ്ഞു സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ലാസ്റ്റ് എന്താണ്? എൻഡിങ്. സ്ക്രീനിൽ ലെഫ്റ്റ് പോട്ടെ. എൻഡിങ്. വെരി ഗുഡ്. നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ കണ്ട താങ്ക് യു, യു ആർ സെറ്റ്. ഓക്കെ. അത് വേണം നിങ്ങൾക്ക് അത് എഡിറ്റ് ചെയ്യാം. ഇനി ഡിസ്ക്രിപ്ഷനിൽ വേണമെങ്കിൽ എഴുതാം. ഡിസ്ക്രിപ്ഷനിൽ എഴുതാം, we have received your details, our team will contact you. Our team will contact you. ഇനി ഒരാൾ സബ്മിറ്റ് നടത്തി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അവരെ വെബ്സൈറ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ അവരോട് പറഞ്ഞ് നിങ്ങൾക്ക് സബ് ഡീറ്റെയിൽസ് കിട്ടി, നമുക്ക് വേണമെങ്കിൽ അവരെ വിളിക്കാം. വേണമെങ്കിൽ അതാണ് കോൾ ബിസിനസ് ഉണ്ട് അവിടെ താഴെ. കോൾ ബിസിനസ് ഉണ്ട്, ചാറ്റ് ഓൺ വാട്സപ്പ് ഉണ്ട്. ഇനി കോൾ വാട്സപ്പ് കൊടുത്ത് നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുക്കുക. താഴെ കൺട്രി ചൂസ് ചെയ്യുക. അവിടെ IN ടൈപ്പ് ചെയ്ത് മുകളിൽ IN. ഓക്കെ. കറക്റ്റാ. ഇന്ത്യ സെലക്ട് ചെയ്തോളൂ. ഇനി നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുക്കുക. കണ്ട. അവിടെ ഇഷ്ടമുള്ളത് എഴുതാൻ വേണമെങ്കിൽ ടോക്ക് ടു അവർ എക്സ്പെർട്ട് എന്നാക്കുകയാണെങ്കിൽ ടോക്ക് ടു അവർ എക്സ്പെർട്ട്. ടോക്ക് ടു അവർ എക്സ്പെർട്ട്. ID കിട്ടിയോ? ഇത്രം കഴിഞ്ഞാല് നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിയേറ്റ് ഫോം എന്ന് കണ്ട റൈറ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്യുക. റൈറ്റ് സൈഡിൽ അടിയിൽ
ക്രിയേറ്റ് ഫോം. നിങ്ങളുടെ ഫോം ക്രിയേറ്റ് ആയി. ഒന്ന് പൈ റൈറ്റ്സ് താഴേക്ക് താത്തിക്കോ. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യണം? പയ്യ മതി വെയിറ്റ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യണം? എന്ത് ഇമേജാണ് ആൾക്കാരെ കാണിക്കണ്ടേ? അവിടെ ഒരു മീഡിയ എഡിറ്റ് ഡിലീറ്റ് എന്നൊക്കെ ഡിലീറ്റ് ക്ലിക്ക് ചെയ്ത് അത് കളയാണ്ട് അവിടെ സെറ്റപ്പ് ക്രിയേറ്റീവിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യും. മുകളിൽ തൊട്ട് മുകളിലാ അവിടെ ഇമേജ് ആഡ് പറഞ്ഞു കൊടുക്കുക. പ്രൈമറി ടെക്സ്റ്റ് വേണമെങ്കിൽ കൊടുത്തോളൂ. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ബാച്ച് സ്റ്റാർട്ട്സ് സൂൺ എന്നൊക്കെ പറഞ്ഞു ഇഷ്ടമുള്ള കൊടുക്കുക നിങ്ങൾക്ക് അവിടെ. ഇതാണ് നിങ്ങളൊരു ചാറ്റ് GPT വെച്ച് നല്ല കണ്ടന്റ് ഉണ്ടാക്കണ്ടേ. ഹെഡ്ലൈൻ എഴുതാം, 40% ഡിസ്കൗണ്ട്, ജോയിൻ നൗ. ഡിസ്കൗണ്ട്, ജോയിൻ നൗ. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യണം? അപ്ലൈ നൗ എന്ന കോൾ ടു ആക്ഷൻ കൊടുക്കുക. അപ്ലൈ നൗ താഴെ അപ്ലൈ ഇഷ്ടമുള്ളത് കൊടുക്കുക. നെക്സ്റ്റ് അടിക്കുക. അടിയിൽ റൈറ്റ് സൈഡ് നെക്സ്റ്റ്. ഓക്കെ. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഇമേജ് അവിടെ ചൂസ് ചെയ്യാം. താഴെ ലാപ്ടോപ്പിന്റെ ഇമേജ് വേണം ചൂസ് ചെയ്തോ. അത് മതി കുഴപ്പമില്ല. നെക്സ്റ്റ് അടിക്കുക. ഡൺ. അപ്പൊ നിങ്ങൾ ആഡ് ഉണ്ടായി. ഇനി ആഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? റൈറ്റ് സൈഡ് പൈ താഴേക്ക് റൈറ്റ് സൈഡ് താത്തിക്കോളൂ. ശരിക്കും റൈറ്റ് സൈഡിന് മുന്നത്തുള്ള സ്ക്രോൾ ബാർ താത്തിക്കോളൂ. റൈറ്റ് സൈഡ് വലതുവശം മതി. കണ്ട നിങ്ങൾ ആഡ് കണ്ട അപ്ലൈ നൗ എന്ന് കണ്ട 40% ഡിസ്കൗണ്ട്, ജോയിൻ നൗ, അപ്ലൈ നൗ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? താഴെ കാണുന്ന ഫോം ആയിരിക്കും ഓപ്പൺ ആവുക. റൈറ്റ് സൈഡ് താഴേക്ക് താത്തിക്കോളൂ. റൈറ്റ് സൈഡ് അറ്റത്ത് പോട്ടെ. ഏറ്റവും അറ്റത്തുള്ള സൈഡ് താത്തിക്കോളൂ. കണ്ട അവിടെ ഫോം ഉണ്ട്. താത്തിക്കോളൂ പോരട്ടെ. മതി. ആ ഫോമിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ വിൻഡോ ആയിരിക്കും ഓപ്പൺ വരാ. അതിൽ ആദ്യത്തെ വരുന്നത് ആ ഫസ്റ്റ് പേജ് ആണ്. ഇതാണ്. അപ്പൊ ഇത് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആൾക്കാർ എന്ത് ചെയ്യും? കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യും. അപ്പൊ താഴെ കണ്ട 104 ആ 104 അത് ക്ലിക്ക് ചെയ്ത് അപ്പൊ അടുത്ത പേജ് ആൾക്കാർ കാണാൻ പറ്റും. അവരെന്ത് ഈ ഡേറ്റ ഫില്ല് ചെയ്യും. അത് കഴിയുമ്പോൾ ഒന്നും കൂടി അവർ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യും. ഒന്നുകൂടി അത് പണ്ട്. അപ്പൊ ഈ പ്രൈവസി വിൻഡോ വരും. അപ്പൊ നമ്മുടെ എൻക്വയറി സബ്മിറ്റ് ചെയ്തു. അവിടെ സബ്മിറ്റ് ഉണ്ടോ? സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് വരും? ക്ലിക്ക് ചെയ്യാം. നമുക്ക് ക്ലിക്ക് ചെയ്തു. നാലാമത്തെ അപ്പൊ കണ്ട ഈ പേജ് വരും. അവർ എൻക്വയറി കിട്ടി. എൻക്വയറി സബ്മിറ്റ് ചെയ്തതിനു ശേഷം വേണമെങ്കിൽ അവർക്ക് നമ്മളോട് സംസാരിക്കാം. അപ്പൊ നമുക്ക് ഡേറ്റ കിട്ടും. ആ ഡേറ്റ എങ്ങനെ കിട്ടണമെന്നുള്ളത് ഡൗൺലോഡ് ചെയ്യണമെന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം. ക്ലിയർ ആയോ? ഇനി പബ്ലിഷ് അടിക്കുക. ഇവിടെ നിങ്ങൾ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആൾക്കാർ ടാർഗറ്റ് ഓഡിയൻസ് ഡേറ്റ കാണും, ആഡ് കാണും. അവരെ എൻക്വയറി നടത്തും. അവരുടെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. എന്തൊരു ഇൻട്രസ്റ്റിംഗ് ഇൻഫോർമേഷൻ. ക്ലോസ് ചെയ്തോ. സ്ക്രീനിൽ ലെഫ്റ്റിൽ ക്ലോസ് ചെയ്തോ. ലെഫ്റ്റ് ടോപ്പില് ക്ലോസ്. ഇനി ബ്ലൂ ഒക്കെ ക്ലിക്ക് ചെയ്ത് കളഞ്ഞ് ഗുഡ്. ഇനി ക്യാമ്പയിൻസ് ക്ലിക്ക് ചെയ്യാം. കണ്ടോ? ആ ന്യൂ ലീഡ് ക്യാമ്പയിന്റെ പേര് നിങ്ങൾ വേണമെങ്കിൽ ലീഡ് ജനറേഷൻ ക്യാമ്പയിൻ ആക്കാം. അപ്പൊ എന്നുമ്പോ ക്ലിക്ക് ചെയ്യാം. ലീഡ് ജനറേഷൻ ക്യാമ്പയിൻ. ആർക്കൊക്കെ മനസ്സിലായി? എനിക്ക് മനസ്സിലായി സർ. മനസ്സിലായി. ഫാത്തിമ മനസ്സിലായോ? മനസ്സിലായി. ഹാപ്പി? ഹാപ്പി. ഷഹ്മ ക്ലിയർ ആയോ? ക്ലിയർ സർ. സുൽഫി? ക്ലിയർ ആണ് സർ. ഇതാർക്കും മനസ്സിലാവാത്ത തൊട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ബേസ്, അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് ബേസ് ക്ലിയർ ആക്കാൻ പറഞ്ഞു. ബേസ് കിട്ടിയിട്ട് ടക്ക് ടക്ക് കാണിക്കാം.
അതിന് ആദ്യം ക്യാമ്പയിൻ എന്താണെന്ന് കൃത്യമായിട്ട് പഠിക്കണം. ക്യാമ്പയിൻ, ആഡ് ഗ്രൂപ്പ്. അതുകൊണ്ട് അതുകൊണ്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞു. അത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് അടുത്തടുത്ത് കണക്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് ഞാൻ ഒരുപാട് ക്യാമ്പയിൻ ഡേറ്റകളും ഈ ലീഡ് ജനറേഷനും വർക്ക്ഷോപ്പുകളും വെബിനാറുകളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത് ചെയ്തേക്കണം. ഇങ്ങനെയാണ് എല്ലാ ഡേറ്റകളും കളക്ട് ചെയ്യുന്നത്. ക്ലിയർ? എന്നിട്ട് എവിടെ കാണാൻ പറ്റുക? ഈ ഡേറ്റ ഞാൻ പറഞ്ഞല്ലോ, അതെങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ആദ്യം ഇത് ചെയ്യാം. നിങ്ങൾ ഓരോ സ്റ്റെപ്പുകൾ ചെയ്യാം. അത് ചെയ്യാം, അത് കഴിയുമ്പോൾ അത് കാണിച്ചു തരും. ക്ലിയർ? എല്ലാവരും ഒന്ന് ചെയ്യാമോ? അത് ഞാൻ അടുത്തെടുക്കണോ? അടുത്തെടുക്കട്ടെ? എടുത്തോളൂ സാർ. മതി, എന്റെ പൊന്നോ, സൂപ്പർ കോൺഫിഡന്റ് ആണ്. ഓക്കെ, ഞാൻ ചിലത് ചെയ്യാൻ പറയാണ്. കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഞാൻ അടുത്ത് പറയുമ്പോൾ ഇത്തിരി കൂടി ഡെപ്തിൽ പിടുത്തം കിട്ടും. അതുകൊണ്ട് ചെയ്യാൻ പറയുന്നത്. ചെയ്ത് കഴിയുമ്പോൾ അടുത്ത് പറയുമ്പോൾ അടുത്ത കാര്യം കുറച്ചും കൂടി ഇതാണ്. അടുത്തും ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാവണം. ഇത് ചെയ്താലും അടുത്തും മനസ്സിലാവും. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് കൂടി പിടുത്തം കിട്ടും. അടുത്താണ് കുറച്ചും കൂടി. ആദ്യം നിങ്ങൾ ഇതിപ്പോ നമ്മൾ എടുക്കണത്, ഇപ്പൊ നമ്മൾ ചെയ്തിരിക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത് വെറുതെ പ്രീ ഫീൽഡ് ഡാറ്റ വരും. ഇങ്ങനെ വരുന്ന ഡാറ്റയ്ക്ക് ക്വാളിറ്റി കുറവായിരിക്കും കമ്പാരിറ്റീവ്ലി. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് കുറച്ചും കൂടി ക്വാളിറ്റി ഡാറ്റ എടുക്കുക എന്നുള്ളതാണ് അടുത്തത് ഞാൻ കാണിച്ചു തരുന്നത്. ഓക്കെ, അപ്പൊ അതിന് എന്തൊക്കെ ചെയ്യണമെന്ന് അറിയുമ്പോൾ ഷാഹിമ ഒന്നും കൂടി സ്ക്രീൻ ഷെയർ ചെയ്യാം. അത് ശരിക്കും ശ്രദ്ധിക്കണേ. ഒന്നും കൂടി ക്രിയേറ്റ് എടുക്കുക. ലീഡ്സ് എടുക്കുക. കണ്ടിന്യൂ. സ്പീഡിൽ പോട്ടെ കേട്ടോ. ഒന്നും കൂടി താഴെ നെക്സ്റ്റ് അടിക്കുക. ഏറ്റടിയിൽ നെക്സ്റ്റ് അടിക്കുക. താഴേക്ക് താത്ത. ഇവിടെ നെക്സ്റ്റ് അടിച്ചു. വീണ്ടും നെക്സ്റ്റ് അടിച്ചു. പോരട്ടെ. ഒരാഴ്ചയാണ് നിങ്ങൾക്ക് എന്നിട്ട് ടേംസ് ആൻഡ് കണ്ടീഷൻസിന്റെ ആവശ്യം വരുള്ളൂ. പിന്നെ അത് ചോദിക്കില്ല കേട്ടോ. താത്തിക്കോളൂ, താഴേക്ക് താത്ത. കേട്ടോ, അവിടെ നിങ്ങൾക്ക് ഓൾറെഡി ഒരു ഫോം ഉണ്ട് അല്ലേ? റിപ്പബ്ലിക് ആ ഫോം വേണമെങ്കിൽ ഉപയോഗിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും പുതിയ ഫോം ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യുക. ക്രിയേറ്റ് ഫോം. ഇവിടെ നിങ്ങൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്താണ് ഫോമിനെയും കാര്യങ്ങളും മനസ്സിലായി. നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ ഒന്നുകൂടി ചെയ്താൽ മതി. ഞാൻ പുതിയൊരു കാര്യമാണ് കാണിക്കണം. ഇൻട്രോ ക്ലിക്ക് ചെയ്യുക. ഇൻട്രോ അതുപോലെ തന്നെ സ്ക്രീനിന്റെ ലെഫ്റ്റിൽ ഇൻട്രോ. അത് നിങ്ങൾക്ക് മനസ്സിലായി. അടുത്തതാണ് ക്വസ്റ്റ്യൻസ് ക്ലിക്ക് ചെയ്യുക. സോറി, ഇൻട്രോ ക്ലിക്ക് ചെയ്തേ. ഇൻട്രോയിൽ കണ്ടു നേരത്തെ നമ്മൾ ലിസ്റ്റ് കൊടുത്ത് പാരാഫോണി കൊടുക്കാം. അപ്പൊ നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ ലിസ്റ്റും പാരാഫും ഒക്കെ ചെയ്യണം. പാരാഫ് നിങ്ങൾക്ക് ഇഷ്ടം ടൈപ്പ് ചെയ്താൽ മതി. അപ്പൊ ലിസ്റ്റാണ് കുറച്ചുകൂടി അട്രാക്റ്റീവ് ആണ്. ഇനി ഒന്നുകൂടി ക്വസ്റ്റ്യൻസ് ക്ലിക്ക് ചെയ്തേ. ഇവിടെ മുകളിൽ കണ്ടോ, അത് ഞാൻ സ്കിപ്പ് ചെയ്യായിരുന്നു. ആഡ് എ ക്വസ്റ്റ്യൻ കണ്ടോ, അതാണ് വെരി ഇമ്പോർട്ടൻറ്റ്. അവിടെയാണ് നമുക്ക് വേണമെങ്കിൽ ഇതൊക്കെ പ്രീഫിൽഡ് ആണ്. ഇത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് ഈ ഡാറ്റ എൻ്റർ ചെയ്യണം, മാനുവലി എൻ്റർ ചെയ്യണം. അപ്പോൾ കുറച്ചും കൂടി ക്വാളിറ്റി ഡാറ്റ കിട്ടണം. മൾട്ടിപ്പിൾ ചോയ്സിന്റെ ഷോർട്ട് ആൻസർ ഉണ്ട്. അപ്പൊ ഷോർട്ട് ആൻസർ ക്ലിക്ക് ചെയ്ത് അവിടെ നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം, ഷെയർ യുവർ വാട്സപ്പ് നമ്പർ. ചോദ്യം ചോദിച്ചോളൂ. കണ്ടോ, റൈറ്റ് സൈഡിൽ കണ്ടോ? അപ്പൊ ആദ്യം ആ ഹെഡ്ലൈൻ വരും, താഴെ ഷെയർ യുവർ വാട്സപ്പ് നമ്പർ എന്ന് വരും. അപ്പൊ അതിന് താഴെ എൻ്റർ യുവർ ആൻസർ എന്ന് കണ്ടോ? റൈറ്റ് സൈഡ് കണ്ടോ? അല്ലേ, ഷെയർ യുവർ വാട്സപ്പ് നമ്പർ, എൻ്റർ യുവർ ആൻസർ. അത് നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് എൻ്റർ ചെയ്താലാണ് അടുത്ത സ്റ്റേജിലേക്ക് പോകും, അടുത്ത സ്റ്റെപ്പിലേക്ക് പോകും. ക്ലിയർ? ഇനി വീണ്ടും ആഡ് എ ക്വസ്റ്റ്യൻ കൊടുക്കാം.
സ്ക്രീനിന്റെ സെന്ററിലേക്ക് ആഡ് ക്വസ്റ്റ്യൻ. മൾട്ടിപ്പിൾ ചോയ്സ് കൊടുക്കാം. മൾട്ടിപ്പിൾ ചോയ്സ് സെലക്ട് ചെയ്തേ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം വാട്ട് ഈസ് യുവർ ക്വാളിഫിക്കേഷൻ. വേണമെങ്കിൽ കൊടുക്കാം ഗ്രാജുവേഷൻ. 10th കൊടുക്കാം. 10th 12th. അതിന് വീണ്ടും പ്ലസ് അടിക്കുക. ഡിഗ്രി താഴെ അവിടെ അല്ല താഴെ കണ്ടില്ല. ആ +2 അറ്റത്ത് കണ്ട പ്ലസ് അവിടെ അടിക്കുക. താഴേക്ക് വരാം കണ്ട. വീണ്ടും വേണമെങ്കിൽ ഗ്രാജുവേഷൻ. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ കാൻഡിഡേറ്റിന്റെ ക്വാളിഫിക്കേഷൻ എന്താ. നമുക്ക് ഇഷ്ടമുള്ളത് ചോദിക്കും. ഇപ്പൊ ഞാൻ എന്റെ പല കാര്യം ചോദിച്ചിട്ടുണ്ട്. ഞാൻ എന്റെ ചോദിച്ചിട്ടുണ്ട്, ഡു യു ഹാവ് ലാപ്ടോപ്പ് ഓർ നോട്ട്? ഡു യു ഹാവ് ലാപ്ടോപ്പ്? ക്ലിയർ ആയോ? അപ്പൊ നമുക്കറിയാൻ പറ്റും നമ്മുടെ നമുക്ക് എങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ വെച്ചിട്ട് ഫിൽട്ടർ ചെയ്യാം. ഇപ്പൊ ഞാൻ ചോദിക്കും, നിങ്ങൾക്ക് ഓൺലൈൻ ആണോ ഓഫ്ലൈൻ ആണോ പഠിക്കണ്ടേ? അപ്പൊ ചിലർ ഓൺലൈൻ ആണെന്ന് പറയും. അത് തന്നെ ചോദിക്കുമ്പോഴെങ്കിൽ നിങ്ങൾക്ക് ടൈം ആണോ, മോർണിംഗ് ആണോ ഈവനിങ് ആണോ? അപ്പൊ എല്ലാം നമുക്ക് ഇവിടെ തന്നെ കിട്ടും. അപ്പൊ സീരിയസ് ആയിട്ട് ആൾക്കാർ നമുക്ക് എത്താൻ പറ്റും. ഐഡിയ കിട്ടിയോ? കിട്ടി. ഇത് നിങ്ങൾ വളരെ പ്രൊഫഷണലി വേണം ചെയ്യാൻ. ഇത് നിങ്ങളുടെ ബിസിനസ്സുമായി നിങ്ങൾ കണക്ട് ചെയ്യാൻ പഠിക്കണം. അവിടെയാണ് ബ്രില്യൻസ്. അല്ലാണ്ട് വെറുതെ കുറച്ച് പ്രീഫീൽഡ് വന്നു കഴിഞ്ഞാൽ ക്വാളിറ്റി കിട്ടില്ല. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഫാത്തിമയുടെ ബിസിനസ് ആണെങ്കിൽ ഇപ്പൊ ഫാത്തിമ ചെയ്യുന്നത് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ്. അപ്പൊ വേണമെങ്കിൽ ഫാത്തിമക്ക് ചോദിക്കാൻ, നിങ്ങൾക്ക് എത്ര സ്ക്വയർ ഫീറ്റ് ആണ് വേണ്ടേ? ഇതിന്റെ ബഡ്ജറ്റ് ഇത്ര ആണ്, നിങ്ങൾക്ക് ഇത്ര അഫോർഡ് ചെയ്യാൻ പറ്റുമോ? അവരങ്ങനെ ഇട്ടിട്ട് വരും. നിങ്ങളുടെ ലൊക്കേഷൻ ഏതാ? അത് നിങ്ങൾ പ്രീ ഡിഫൈൻ ആദ്യം തന്നെ പ്ലാൻ ചെയ്ത് വെക്കണം. ഐഡിയ കിട്ടും. അപ്പൊ അത് ഇങ്ങനത്തെ ഡയറക്റ്റ് ഇവിടെ എൻ്റർ ചെയ്യുമ്പോഴാണ് അത് പറ്റണേ. എൻ്റർ ചെയ്യുമ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെ വാട്ട് ഈസ് യുവർ ക്വാളിഫിക്കേഷൻ അവർക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. അവിടെ ക്ലിക്ക് ചെയ്യണം. എന്നാലാണ് അടുത്ത സ്റ്റേജിലേക്ക് പോകാൻ പറ്റൂ. ഐഡിയ കിട്ടിയോ? കിട്ടി സർ. ഇൻട്രസ്റ്റിംഗ്. ഇങ്ങനെയാണ് ഇവിടെ ആൾക്കാർ ലീഡുകൾ കളക്ട് ചെയ്യുന്നത്. ഇങ്ങനെയാണ് സുൽഫിക്കൊക്കെ ലീഡുകൾ കിട്ടുന്നത്. മനസ്സിലായോ? അപ്പൊ നാളെ തൊട്ട് സുൽഫി പറയാം, ഇനി ലീഡുകൾ തരണ്ട, ഞാൻ തന്നെ കളക്ട് ചെയ്തോളാം എന്ന് പറഞ്ഞാൽ അവർ ഞെട്ടിപ്പോവും. അങ്ങനെയാണ്. അങ്ങനത്തെ ഡിസിഷൻസ് ഒക്കെ നിങ്ങൾ വർക്ക് ചെയ്യുന്നിടത്ത് എടുക്കണം. അപ്പോഴാണ് നിങ്ങൾ അടുത്ത ലെവലിൽ പോവും. അതാണ് ബോൾഡ് ഡിസിഷൻ. അവര് ഞെട്ടിപ്പോവും. അവര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ചെറുതായിട്ട്. ആ സപ്പോർട്ട് നിങ്ങൾ നല്ല രീതിയിൽ ഉപയോഗിക്കുക. കാരണം നിങ്ങൾ അടുത്ത ലെവലിലേക്ക് പോകും. കാരണം അവർക്ക് ആ ഡിജിറ്റൽ മാർക്കറ്റേഴ്സിന് വേണ്ടി വരില്ല അവിടെ. ക്ലിയറോ? അങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. കോൺസെപ്റ്റ് ക്ലിയർ? എന്താണ് ലീഡ് ജനറേഷൻ? എല്ലാവരും ഇതൊന്നും ചെയ്യാം. പെട്ടെന്നോട്ട്